ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ന്യായം ആണ് ആഗ്രഹിക്കുന്നത്. അവർ ന്യായം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ഡെസ്റ്റിനി ഭാഗ്യം എന്താണോ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഭാഗ്യത്തിലും ഇവിടെ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കർമ്മം എന്താണോ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കർമ്മം എന്താണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാഗ്യം. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കർമ്മം നല്ലതാണ് എങ്കിൽ ഭാഗ്യത്തിൽ നല്ലതായിരിക്കും ഉണ്ടാവുക. മോശം കർമ്മമാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ മോശമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഇത്രയും ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു സാഹചര്യത്തെ മനഃപൂർവ്വമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നു. അതായത് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ത് സാഹചര്യമായാലും ഏത് വ്യക്തിയായാലും അവരിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഏതൊരു വ്യക്തിയാണോ ഇവർക്ക് വേണ്ടി ടോക്സിക് ആയിട്ട് ഉള്ളത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒരു മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇവർ കട്ട് ഓഫ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇവർ സഹിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ അങ്ങനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ഡെസ്റ്റൈനായിട്ട് എന്തോ ഒരു തീരുമാനം ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാർമിക് എനർജിക്കും ഇവിടെ ഇവർ എന്താണോ തീരുമാനം എടുക്കുന്നത് അത് ഡെസ്റ്റൈൻ ആയിരിക്കും. അതുകൊണ്ട് ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ പോകരുത്. ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെയൊന്നും പറഞ്ഞ് ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഇത് ഡെസ്റ്റൈൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമയം ഇത് നടന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ ഈ ഒരു സമയം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഫയർ എനർജിയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ദുഃഖത്തിലുമാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട്. ഇവിടെ ഇവർ വാശിയിലുമാണ്. എനിക്ക് ഈ ഒരു കാര്യം അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ എനിക്ക് കംപ്ലീഷനിൽ വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വാശിയിലുമാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ടേം ആയിട്ട് ചിന്തിച്ചാണ് തീരുമാനം എടുക്കുന്നത്, അല്ലാതെ ഷോർട്ട് ടൈം ചിന്തിച്ച് തീരുമാനം എടുക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വാശിയിലാണ് ഉള്ളത്. ഇവർ നിങ്ങളിൽ മുന്നിൽ കാണിക്കുന്നത് ഇവർ വളരെ ബാലൻസിലാണ് എന്നാണ്. പക്ഷേ ഇവർ അങ്ങനെയല്ല. വളരെയധികം ഇംബാലൻസിൽ ഭയങ്കര വാശിയിൽ എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി തീരുമാനം എടുത്തേ പറ്റൂ, എന്തൊക്കെ സിറ്റുവേഷൻ അതിനുവേണ്ടി അവസാനിപ്പിക്കണോ ഞാൻ അതെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള ആ ഒരു എനർജിയിലാണ്. ഇവിടെ എന്താണോ ഇവർക്ക് ശരിയായിട്ടുള്ളത് അതിനു വേണ്ടി ഇവർ തീരുമാനം എടുക്കും. അതിനു വേണ്ടി ഏതറ്റം വരെ പോവാനും ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. അതോറിറ്റിക്കായിട്ടുള്ള ഡിസിഷനായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇവിടെ ഫാമിലി ഇവരെ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ആരുടെയും സപ്പോർട്ട് ഇവർക്ക് കിട്ടാത്തതുകൊണ്ട് ഇവർക്ക് ഇവരുടെ രീതിയിൽ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഇവർ ഉണ്ടാവുക. ഈ ഒരു ടൈം പീരീഡിൽ ഭയങ്കര ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ആ ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക. കാരണം ഇവർ പറയുന്നത് പോലെ ഫാമിലിയോ തേർഡ് പാർട്ടിയോ കേൾക്കത്തില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഈ ഒരു എനർജി നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവരിപ്പോൾ ഏത് അവസ്ഥയിലാണ്, ഏത് മൂഡിലാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കാം. അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ബ്രോഡ് മൈൻഡായിട്ടായിട്ട് ഇരിക്കാനാണ്. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുവാനാണ് അവർ പറയുന്നത് നിങ്ങളോട്. സെപ്പറേഷനിൽ ഇരുന്നപ്പോൾ പല പ്രാവശ്യവും അതായത് നിങ്ങളുടെ പേഴ്സൺ ഇവരെ മനസ്സിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ ചിന്ത മാത്രമാണുള്ളത്. ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ഇവർ പഠിക്കുന്നത്. അതായത് പല പ്രാവശ്യവും കൂടുതൽ സ്നേഹം ഇവർക്ക് നിങ്ങളോട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടല്ല ഇരിക്കുന്നത് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഒബ്സസ് ആവുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി. കാരണം ഇവർക്ക് തോന്നുന്നത് ഇതാണ് സത്യസന്ധമായ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമെന്ന്.
ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതായത് കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷണൽ സ്റ്റാൻഡേർഡ് എന്ത് ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളായിരിക്കാം, ഒരാൾ കല്യാണം കഴിയാത്ത ആളായിരിക്കാം. അപ്പോൾ പല ഡിഫറൻസും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുണ്ട്. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് വേറൊന്നുമല്ല, എനിക്കതൊന്നും ഒരു കുഴപ്പവുമില്ല, എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള കാര്യത്തിൽ അത്രയ്ക്ക് സ്നേഹം നിങ്ങളോട് ഉള്ളതായിട്ടുള്ള ആ ഒരു ഫീലിങ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഇനി എനിക്ക് ആരെയും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വയ്യ, എനിക്ക് ഇനി എൻ്റെ കാര്യം നോക്കണം, എൻ്റെ ഇഷ്ടം നോക്കണം, ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവരുടെ നോക്കാം. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി, അതായത് ഇവർ ആരൊക്കെയാണോ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരിൽ നിന്ന് ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് ഇവർ പറയും പോലെ ആ ഒരു തേർഡ് പാർട്ടി കേൾക്കത്തില്ല. തേർഡ് പാർട്ടി തിരിച്ച് ഇവരോട് പറയും, ഞങ്ങൾ പറയും പോലെ കേൾക്കാൻ. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പേഴ്സൺ ലഭിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണുള്ളത്. കാരണം തേർഡ് പാർട്ടി ഈ ഒരു ടൈം പീരീഡിൽ അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ 2, 9 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മിനിമം വന്നിട്ട് 27 മണിക്കൂറും മാക്സിമം 2 ഡേയ്സിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷന് ഫേവറായിട്ടല്ല നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നത്. എന്തായാലും കോൾ മെസ്സേജിൻ്റെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഫേവറായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ എനർജി ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സഫറിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സിറ്റുവേഷൻ ബാലൻസിലാക്കാൻ നിങ്ങളുടെ പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ 2 ദിവസം വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ കരിയറിലും ഫാമിലിയിലും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടും ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കണം, നിങ്ങൾക്ക് അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന സമയം കാര്യങ്ങളെല്ലാം ബാലൻസിലാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവർക്ക് ഒരു കാര്യത്തിനും പ്രഷർ കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ എനർജി അങ്ങനെയാണ്. കാരണം ഫാമിലി ഇഷ്യൂ, കരിയർ ഇഷ്യൂ എല്ലാത്തിൻ്റെ ഇടയിൽ കിടന്ന് അവർ വിഷമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നെ ചൂസ് ചെയ്യൂ, തേർഡ് പാർട്ടി ഉപേക്ഷിക്കുക അങ്ങനെ പറഞ്ഞ് ഇവരെ പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. ഇവർ തന്നെ സ്വയം ചൂസ് ചെയ്യും എന്താണ് ഇവർക്ക് വേണ്ടത് എന്ന്. ഇവർ എന്തായാലും നിങ്ങളെ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇവരുടെ സ്നേഹം നിങ്ങളോടാണ്, നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 പാവങ്ങളാണ് നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതായത് ലോവർ എനർജിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് 3 പാവങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് വന്നിട്ട് നമ്മുടെ ദേഷ്യം, മൂന്നാമത്തെ വന്നിട്ട് അത്യാഗ്രഹം. ഈ 3 ഭാവങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ വൈബ്രേഷനിൽ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ലോവർ വൈബ്രേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 3 ഭാവങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ്, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ്, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഭഗവാനുമായിട്ട് അടുക്കാൻ സാധിക്കുക എന്ന്. അതിനുള്ള ഉത്തരമാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. സമർപ്പണ ഭാവത്തോടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ ഇരിക്കുക. എത്രത്തോളം നിങ്ങൾ സമർപ്പിത ഭാവത്തോടെ ഇരിക്കുമോ അത്രത്തോളം നിങ്ങൾ ഭഗവാനുമായിട്ട് അടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.